നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉദയനക്കുറുപ്പ് മാടായി കോലുവത്തെ പാറുവും തമ്മിലുള്ള ഒരു ഊഴം പറയൽ തർക്കത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഊഴം വഴങ്ങലിന് തർക്കമായി. ഉദയനൻ പറഞ്ഞു, നീ തമ്പുരാൻ്റെ ആളായിട്ടിരുന്നോ, എന്താണ് തിരുനെല്ലക്കോട്ട വാഴുന്ന തമ്പുരാൻ്റെ ആളായിട്ട് തന്നെ ഇരുന്നോ, പെണ്ണായിട്ട് തന്നെ ഇരുന്നോ, എന്നാലും ഇടയ്ക്ക് ഞാൻ ഊഴം വഴങ്ങാൻ വരും, അപ്പം ഊഴം വഴങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എന്ത് കാര്യം ഈ പറയണേ, തമ്പുരാൻ്റെ ആളായി ബന്ധുവായി ഇരിക്കണം ഞാൻ, നിങ്ങൾക്ക് ഊഴം വഴങ്ങേ കടന്നു പോടോ എന്നും പറഞ്ഞു ഉദയനനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഉദയനൻ പറഞ്ഞു, പോയി, ഇതപ്പം ഞാനിപ്പം പോട്ടെൻ്റെ കുഞ്ഞെ പാറു, ഞാനിപ്പൊക്കെ പൊക്കോളാം എന്നും പറഞ്ഞ് തച്ചോളി ഉദയനൻ പോവുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു. വയനാട്ട് തിരുനെല്ലിക്കോട്ട വാഴുന്ന തമ്പുരാൻ മുല്ല മുറിച്ചു, പുടവ കൊടുത്തു, മാടായി കോലുവത്തെ കുഞ്ഞിപ്പാറുവിൽ വിവാഹവും ചെയ്തു. അവർ തമ്മിൽ അങ്ങനെ കുറച്ച് നാൾ ജീവിച്ചു. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവിടെ സുഖമായിട്ട് രണ്ടുപേര് ജീവിച്ചു കൊണ്ടിരിക്കണ സമയത്ത് ഒരു ദിവസം തമ്പുരാൻ ഒരു കാര്യം, താനീ വേളി കഴിഞ്ഞതിന് ശേഷം ഏറിയ ആളൊക്കെ കൂട്ടി ഒരു ദിക്കിലും പള്ളിവേട്ടയ്ക്ക് പോയില്ലല്ലോ. കാട് കുലുക്കി ധാരാളം കാട്ടുമൃഗങ്ങൾ പെരുകിയിരിക്കുന്നു, കുറേ എണ്ണങ്ങളെ കൊന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം ദുഷ്കരാവുന്ന ആ വനത്തിനടുത്തുള്ളവരൊക്കെ വന്ന് പറഞ്ഞപ്പം മൃഗങ്ങളെ കൊല്ലാനായിട്ട് പള്ളിവേട്ടയ്ക്ക് തമ്പുരാൻ പോയി. 20-26 പടക്കുറുപ്പന്മാരും ഒക്കെ കൂടെയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എല്ലാവരും തന്നെ അങ്ങനെ എല്ലാവരും കൂടി വലിയ ആഘോഷമായിട്ട് പള്ളിവേട്ടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഉദയനൻ്റെ വീടിനുള്ള പടിക്കൂടെ പോകണേ. അപ്പോൾ ഇത്ര വലിയ ആഘോഷമായിട്ട് ഇവരൊക്കെ കൂടെ എവിടേക്കായി പോകണേ എന്ന് ഉദയനൻ അന്വേഷിച്ചു. അപ്പോൾ കണ്ടാശ്ശേരി ചാപ്പൻ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, ആനമലയിലേക്കാണെഴുന്നള്ളത്ത് തിരുനെല്ലി വാഴുന്ന തമ്പുരാനും, ആനമലയിലേക്കാണെഴുന്നള്ളത്ത് പള്ളിവേട്ടയ്ക്കൊരു പോകുന്നത്. അവർ പള്ളിവേട്ടയ്ക്ക് വേണ്ടി ആനമലയിലേക്ക് പോവുക. തിരുനെല്ലി വാഴണ തമ്പുരാനും കൂട്ടുകാരും ഒക്കെ കൂട്ടത്തിലുള്ളവരും ഒക്കെ കൂടെ. അപ്പോൾ ഉദയനന് തോന്നി, തമ്പുരാനൊപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞുദയനൻ ചോദിച്ചു. ഉടൻ കാര്യക്കാരോടാണ് ചോദിച്ചത്, കുഞ്ചിച്ചാപ്പൻ. അപ്പം കാര്യക്കാർ പറയുന്ന കേട്ട വഴിക്ക് തമ്പുരാൻ ഉടനെ മടങ്ങുമെന്ന് അന്വേഷിക്കുക കുഞ്ഞിച്ചാപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ചാപ്പൻ ചോദിച്ചു കണ്ടാശ്ശേരി ഓമന കുഞ്ഞിച്ചാപ്പൻ ചോദിച്ചു കാര്യക്കാരോട്, വേണാട്ട് ഇവിടെ തമ്പുരാനോട് ചോദിച്ചു, എപ്പോഴാണ് തിരിച്ചു വരവ്, എപ്പോഴാണാവോ കാര്യക്കാർ. അങ്ങനെ അപ്പം 4 നാളോളം കഴിയുമല്ലോ, 4-5 ദിവസം എന്തായാലും പള്ളിവേട്ടയ്ക്ക് കാട്ടിൽ കൂടും ഞങ്ങൾ, അത് കഴിഞ്ഞിട്ടേ തിരിച്ചു വരവുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ പോയി. അതിൻ്റെ പിന്നാലെ ഉദയനനപ്പം തോന്നിയൊരു കുരുട്ട് ബുദ്ധി. ഉടൻ തന്നെ കണ്ടാശ്ശേരിയോട് പറഞ്ഞു, കണ്ടാശ്ശേരി വേഗം റെഡി ആയിക്കോ, നമുക്കിപ്പോൾ പോകണം തിരുനെല്ലി വാഴണ തമ്പുരാൻ്റെ കോട്ടയ്ക്കകത്തേക്ക്, തിരുനെല്ലിക്കോട്ടയിലേക്ക്. അവിടെ മാടായി കോലുവത്തെ പാറുവിനെ അദ്ദേഹം കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്, വേലിക്കാണ് കഴിച്ചേക്കണേ, പക്ഷേ അവളോടൊപ്പം ഞാൻ ഊഴം വഴങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ വേഗം മേപ്പയിൽ ചെന്നു കുഞ്ചാപ്പനെയും കൂട്ടി ഈ തിരുനെല്ലിക്കോട്ട വാഴുന്ന തമ്പുരാൻ്റെ പോലെ ചമയങ്ങളൊക്കെ അണിഞ്ഞ് ഉദയനൻ്റെ പേര് കുത്തിയ മോതിരമൊക്കെ കയ്യുമെടുത്തിട്ട് വലിയ മാലകൾ ആടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് വേഗം അങ്ങോട്ട് ചെന്നു ഈ വേണാട്ട് തിരുനെല്ലിക്കോട്ടയ്ക്കകത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു.
തമ്പുരാൻ വേട്ടയ്ക്ക് പോയ നേരത്ത് തമ്പുരാൻ്റെ ചമയങ്ങളൊക്കെ എടുത്തണിഞ്ഞ് കണ്ടാശ്ശേരി ഓമന കുഞ്ഞിച്ചാപ്പനോടും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണ പോലെ പറഞ്ഞു, കുഞ്ഞുതേന, നീ തച്ചോളി വീട്ടിൽ നീയോ ജനിച്ചതെങ്കിൽ, നീ അവളോട് പറഞ്ഞേക്കണത് അങ്ങനെയാ, തച്ചോളി വീട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളതെങ്കിൽ ഓളെ നീ ഊഴം വഴങ്ങുക വേണം, അവളെ നീ ഊഴം വഴങ്ങുക തന്നെ വേണം. അവളോട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തിനു പറയണം, ഈ കുഞ്ഞിച്ചാപ്പൻ 22 നായന്മാരും കുഞ്ഞിച്ചാപ്പനും കൂടി എൻ്റോടി വരിക വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ പോയി. അവിടെ ചെന്നപ്പോഴെന്താണ് നേരിട്ടന്തിമൊന്തിയായ നേരത്ത് എന്ന് വെച്ചാൽ ഏകദേശം അറ്റപ്പറ്റ സന്ധ്യയായ സമയത്ത് തിരുനെല്ലിക്കോട്ടയ്ക്കും വന്നവർ, തിരുനെല്ലിക്കോട്ടയിലേക്ക് അവർ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തച്ചോളി നല്ല ഓമന കുഞ്ഞോദേനൻ പടിഞ്ഞാറ്റേ തന്നെയല്ലോ ചെല്ലുന്നത്. അപ്പം സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞു, ഇരുട്ടായി, ആളെ അത്രയ്ക്ക് അങ്ങോട്ട് തിരിച്ചറിയില്ല, അത്ര വെളിച്ചമുണ്ടെങ്കിലേ തിരിച്ചറിയുള്ളൂ. ഇത് വെളിച്ചത്തിനൊന്നും അങ്ങോട്ട് ഇരുട്ടായി തുടങ്ങി, കൂടുകയുള്ളൂ ഇനി ഇരുട്ട്. പടിഞ്ഞാറ്റി വാതിൽക്ക് ചെന്ന് വാതിൽ തട്ടി വേഗം പാറു വാതിൽ തുറന്നു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ തമ്പുരാനെയാണ് കണ്ടത്. ഈ തിരുനെല്ലി വാഴുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടു. ബന്ധുത്വ വേട്ടയ്ക്ക് പോയോണ്ടിട്ട്. അപ്പം ബന്ധുത്വം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വേട്ടയ്ക്ക് പോയത്. ഇത്ര വേഗത്തിൽ മടങ്ങിയതെന്ത്? എന്താ ഇത്ര വേഗം തന്നെ മടങ്ങി പോരാനുള്ള കാരണം എന്ന് ചോദിച്ചു. നേരോട്ടന്തി മൂന്തിയായ നേരത്ത് എന്താ തിരക്കിട്ട് നിന്നോണ്ടത്? വളരെ സന്ധ്യ സമയത്ത് ഈ കോട്ടയിലുള്ളവരെയൊക്കെ പറ്റിച്ചിട്ട് സന്ധ്യ മൊന്തിയായ നേരത്ത് എന്ന് പറഞ്ഞ ത്രിസന്ധ്യ സുന്ദരത്തെ പുതിയ ഇവിടെ മാടായി കോട്ടയിലെ പാറു ചോദിച്ചു, എന്താ ഇത്ര നേരത്തെ വന്നതെന്ന്. വേട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞ് പോയ തമ്പുരാൻ എന്തേ തിരക്കിട്ട് വന്നോണ്ടത്? വേഗം പോയി എൻ്റെ പുറകെ തിരക്ക് പിടിച്ച് ഉടനെ തന്നെ മടങ്ങി വന്നതാണ് എന്താന്ന് ചോദിച്ചു. അപ്പം നല്ല ഫസ്റ്റായിട്ട് തമ്പുരാൻ്റെ വേഷം കെട്ടിയിട്ട് ചമയങ്ങൾ അണിഞ്ഞിട്ടുള്ള കുഞ്ഞോദയനൻ നല്ല ഒന്നാം തരം ഒരു നുണയം കെടുക്കാച്ചി. എന്താണെന്നറിയാമോ? ഓ എൻ്റെ മധു, മാടായിക്കോലത്തെ പൊന്നുപാറു, നിന്നെ കാണാണ്ട് എനിക്ക് യാതൊരു സമാധാനമില്ല. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രിയിലൊരു അരിങ്കിനാവ് കണ്ടു. അരിങ്കിനാവിൽ എന്താ കാണുന്നതെന്നറിയില്ല, നീ ഇവിടെ പേടിച്ച് കിടന്ന് കരയണതായിട്ടാണ് കണ്ടത്. അരിങ്കിനാവിൽ ഞാൻ നിന്നെ കണ്ടത്. എനിക്ക് ആ സമയത്ത് അപ്പം തന്നെ വന്ന് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരു നോക്ക് കണ്ടിട്ട് ഇന്നൊരു രാവ് ഊഴം വഴങ്ങിയിട്ട് ഞാൻ നാളെ രാവിലെ നേരിട്ട് പോവുക വീണ്ടും പള്ളിവേട്ടയ്ക്കായിട്ട് എന്ന് പറഞ്ഞ് നിന്നെ നനച്ചിട്ട് നിന്നെ ഒരാളെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു രാവ് മാടായി കോലത്തെ പാറുവിനോടൊപ്പം മേപ്പയിൽ തച്ചത്തെ കുഞ്ഞോദയനൻ ഓദയനക്കുറുപ്പ് ഊഴം വഴങ്ങി അവിടെ അങ്ങോട്ട് കൂട്ടി. പിറ്റേ ദിവസം പുലരും നേരം എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഈ പാറു എന്തു പറഞ്ഞു, ഇന്ന് പോയാലും എന്നെ സ്വപ്നം കണ്ടെന്നും പറഞ്ഞു വൈകുന്നേരം ഇന്നൊന്നും വരില്ല, ഞാൻ ഇന്ന് ഈ വഴിക്ക് ആനമല കയറും, പള്ളിവേട്ടയ്ക്ക് പോവാണ്. പക്ഷെ അയ്യോ എന്നെ കാണുമെന്നും പറഞ്ഞു വെച്ച് കരച്ചിലുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇതാവണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗത്തിൽ ഞാൻ പോയിട്ട് പള്ളിവേട്ട കഴിഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ വരുന്നുണ്ട്. അതുവരെ നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് ഞാൻ ഇന്നൊരു രാത്രി ഊഴം വഴങ്ങാൻ വന്നതിൻ്റെ സമ്മാനമായിട്ട് ഈ മോതിരം കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഉദയൻ്റെ കൈമ കിടക്കുന്ന ഒരു മോതിരം ഊരി പാറുവിൻ്റെ കൈവിരലെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ സന്തോഷമായി മാധുവിനോട് പറഞ്ഞു, നീ വിഷമിച്ചിരിക്കരുത്, പോകുമ്പോൾ നിനക്ക് കുറുപ്പ് നല്ല ചിരിയൊക്കെ ചിരിച്ച് നല്ല സന്തോഷമായിട്ട്
പോണ വഴിക്ക് പറഞ്ഞു, നീ ഇവിടെ മോതിരമൊക്കെ വാങ്ങിച്ച് വേഗത്തിൽ പോയി, ഞാൻ വേഗം വരട്ടെ എന്നൊക്കെ യാത്ര പറഞ്ഞ് നീ ഇവിടെ പട്ടിണി കിടക്കരുത്, എന്നെ കാണാണ്ട് വിഷമിച്ച് നല്ല ഇതായിട്ട് നല്ലോണം തിന്നിട്ടിരിക്കുക നീയേ, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് നീ ഇവിടെ ജീവിക്കുക, ഞാനുള്ള പോലെ ഇരിക്കുക വേണം, ഞാനിവിടെ ഈ വീട്ടിലുണ്ടെങ്കിൽ നീ എത്ര സന്തോഷത്തോടെ ഇരിക്കും, അതുപോലെ തന്നെ എൻ്റെ പാറു നീ ഇരിക്കണം കേട്ടോ, വേഗത്തിൽ പോയി വരട്ടെ, ഞാൻ വേഗത്തിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പാറുവിൻ്റെ കൈ പിടിച്ച്, നിങ്ങളിപ്പോൾ പേരുള്ള മോതിരാണ്, വേഗത്തിൽ തന്നെ അത് ഊരിക്കൊണ്ടിട്ട് എൻ്റെ ഒരു കൈക്കങ്ങൾ ഇട്ടിട്ടില്ലേ, അല്ല എന്നിട്ട് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞ് ഉദയനൻ അങ്ങോട്ട് പോയി. അവിടുന്ന് പുറത്ത് കിടന്ന വഴിക്ക് കണ്ടാഞ്ചേരി ചാപ്പനും ഉദയനും കയ്യെ കൊട്ടി നല്ല ചിരിച്ചു. തമ്പുരാൻ്റെ വേഷത്തിൽ ചെന്ന് ഊഴം വഴങ്ങിയത് തച്ചോളി മേപ്പയിൽ മാണിക്കത്ത് കുഞ്ഞുണ്ടായി. അവിടുന്ന് 2-4 ദിവസം കഴിഞ്ഞപ്പം തമ്പുരാൻ വീണ്ടും വന്നു, ശരിക്കുള്ള തമ്പുരാൻ വന്നു. തമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തേ ഇത്ര വേഗം വന്നേ? ഉടൻ തന്നെ വന്ന വഴിക്ക് പാറു ചോദിച്ചു, നിങ്ങൾ 2 ദിവസം മുമ്പല്ലേ ഇവിടെ വന്നത്? 2 ദിവസം മുമ്പോ? ഞാൻ പോയിട്ട് ദിവസം 3-4 എന്ന് പറഞ്ഞു. ഇവിടെ ആര് പറഞ്ഞു? 2 ദിവസം മുമ്പ് ഇവിടെ വന്നുല്ലോ. എന്നിട്ട് അമ്മോന്തി ഇവിടെ അത് കൂടിയല്ലോ ആ സന്ധ്യയ്ക്ക്. ആ അമ്മോന്തി എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്ന് കൂടിയില്ലേ? എന്നിട്ട് നേരോട്ടു പുലരും മുമ്പേ, നേരം വെളിച്ചാവണതിന് മുമ്പ്, പ്രകാശാവണതിന് മുമ്പ് അതിരാവിലെ എന്നോടു തന്നെ പറഞ്ഞിനല്ലോ, എന്നോട് തന്നെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പോയത്. നീയോ മനസ്സിൽ നീനയ്ക്ക വേണ്ട, നീ മനസ്സിൽ വിഷമിക്കൊന്നും വേണ്ട, നീ തന്നെ പട്ടിണി കിടക്ക വേണ്ട, പട്ടിണിയൊന്നും കിടക്കണ്ട, നല്ലോണം തിന്നിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടല്ലേ പറഞ്ഞേ. വേട്ട കഴിഞ്ഞ് വന്നോണ്ടാൽ എന്നിട്ട് ഇതൊന്നും കൂടാതെ കണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ പോയി വന്നിടട്ടെ ഞാനെന്നും പറഞ്ഞ് പോയിട്ട്, നിങ്ങളുടെ പേരുള്ള മോതിരാണ്, എൻ്റെ പേരുള്ളൊരു മോതിരാണ്, നിൻ്റെ കയ്യമ്മ കിടക്കട്ടെ എന്നും പറഞ്ഞ് കയ്യിൽ കിടക്കണ ഒരു മോതിരം ഊരി എൻ്റെ കയ്യിൽ ഇട്ട് തന്നില്ലേ, എൻ്റെ ഒരു കൈക്കിങ്ങാളിട്ടിട്ടില്ലേ, ഇന്നും മിനിയാന്ന് വന്നിട്ട് നിങ്ങളുടെ ഒരു രാവ് ഇവിടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് കുത്തിയ മോതിരാന്നും പറഞ്ഞാൽ എൻ്റെ കൈക്ക് നിങ്ങളൊരു മോതിരം ഇട്ടില്ലേ. അപ്പോൾ ഉടൻ തന്നെ തമ്പുരാൻ പറഞ്ഞു, എന്തൊരു പുതുമയത്, മാടായി കോലത്തെ പാറു, നീ നുണ പറയാനും തുടങ്ങി, ഞാനൊന്നും വന്നിട്ടില്ല, ഞാനവിടെ ഇത് പോയത്. അപ്പം പിന്നെ നിനക്ക് ആര് വന്ന് മോതിരം തന്നു? നിങ്ങൾ തന്നെയാണ് വന്നത്, നിങ്ങളുടെ പേരുള്ള മോതിരാന്നാണ് എന്നോട് പറഞ്ഞേ. എന്നിട്ട് എന്നോട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് പോയ ആൾ ഇപ്പം ഇങ്ങനെയാണോ പറയണേ? എന്നാൽ നീ പോയി ആ മോതിരം കണ്ടെടുത്തോണ്ട് വാ. ഞാനോ മാടായി കോലത്ത് ജനിച്ചവളാണ് ഞാൻ, ഈ പാറു. ഞങ്ങൾ കളവ് പറയണ ഒരു സ്വഭാവമേ ഇല്ല. നിങ്ങൾ കൈക്കിട്ട് തന്ന മോതിരാണ് എനിക്കുള്ളത്. തിരുനെല്ലിക്കോട്ടവാണ കുഞ്ഞിപ്പാറു മോതിരം ഊരി ഇങ്ങോട്ട് തന്നെ, നീ ഇന്ന് ആ മോതിരം തന്നെ കാണിച്ചു തന്നു. വേഗം കുഞ്ഞിപ്പാറു കൈയും വന്ന് മോതിരം ഊരിയാ കൊടുത്തു. മോതിരം മോതിരം എടുത്തിട്ട് തമ്പുരാൻ നോക്കുകയാണ്. മോതിരം എടുത്തിട്ട് നോക്കിയോണ്ട് തമ്പുരാൻ പറയാണ്, തിരുനെല്ലിക്കോട്ടവാണ കുഞ്ഞിപ്പാറു, നീ ഈ കോട്ടയിൽ ജീവിച്ചിരുന്ന കുഞ്ഞിപ്പാറു തന്നെയാണ്. ഇതെല്ലാം എന്തു പുതുമയാണ്, ഇതൊക്കെ എന്ത് പുതുമയാവാറു ഈ കാണുന്നത്. തച്ചോളി നല്ലോമന കുഞ്ഞോദേനൻ, ഈ കോട്ടയ്ക്കകത്ത് വന്നത് ഒതനൻ്റെ മോതിരാണു കുഞ്ഞിപ്പാറു. ഈ മോതിരം നല്ലോണം വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കിയപ്പോൾ മോതിരത്തുമ്മ പേരെഴുതിയിരിക്കണത് തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ ഒതേനൻ, ആ പേരാണ് എഴുതിയിരിക്കണത്. നിന്നെ ചതിച്ചല്ലോ കുഞ്ഞോദേനൻ, കുഞ്ഞോദേനൻ നിന്നെ ചതിച്ചു.
ഉടനെ ഉടനെ കുഞ്ഞിപ്പാറ് വന്നിട്ട് മോതിരം നോക്കി. എന്നിട്ട് ഉടനെ കുഞ്ഞിപ്പാറ് പറയാം, തിരുനെല്ലിക്കോട്ട വാണ എൻ്റെ ബന്ധു. തിരുനെല്ലിക്കോട്ട അങ്ങനെ ഈ ഉദയനൻ അവിടെ വന്ന് ഊഴം വഴങ്ങിയ കാര്യം തമ്പുരാൻ അറിയുകയും ചെയ്തു. തമ്പുരാൻ ആദ്യം ദേഷ്യം വന്നു. ഉദയനനോട് ചെന്ന് പകരം ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പം കുഞ്ഞുദയനെ അങ്ങോട്ട് അടക്കി അവനെ അങ്ങോട്ട് ഒതുക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് സൈന്യബലം പോരാ. അത്രയ്ക്ക് തികഞ്ഞ ഒരു അംഗച്ചേകവരാണ്, അംഗക്കുറിപ്പാണ് ഉദയനൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? വളരെ സങ്കടം പറ്റി. എനിക്ക് ചതി പറ്റിയില്ലോ. ഞാൻ ഇവിടുത്തെ തമ്പുരാനാണെന്നാണ് കരുതിയത്, എൻ്റെ ഭർത്താവാണെന്നാണ് കരുതിയത്. മോതിരം തന്നപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായി. ചതി പറ്റിയില്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം തമ്പുരാന് തോന്നി ഉദയനനോട് ഇത് പകരം വീട്ടണം, പകരം ചോദിക്കണം. അപ്പോൾ ഉള്ളാളൊരു സംശയം, എങ്ങനെ ഈ കാര്യത്തിന് താൻ പട നയിച്ച് ഉദയനനോട് എതിർക്കുമ്പോൾ ഉദയനൻ ആൾക്കാർ, നാട്ടുകാർ, പ്രജകൾ ചോദിക്കില്ല എന്നോട് എന്താ കാര്യമെന്ന്. അപ്പം ഞാൻ പറയണ്ടേ, ഞാനില്ലാത്ത സമയത്ത് ഒരു ദിവസം തച്ചോളി വീട്ടിലെ മേപ്പയിലെ ഉദയനൻ അംഗക്കുറിപ്പ് എൻ്റെ ഭാര്യയുടെ കൂടെ ഊഴം വഴങ്ങിയെന്ന് പറയണ്ടേ. അയ്യേ, അതെനിക്ക് നാണക്കേട, അതാരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഈ മാടായി കോലത്തെ കുഞ്ഞിപ്പാറുവിനോട് എന്തു പറഞ്ഞു എന്നോ തമ്പുരാൻ, എൻ്റെ പാറു, നിനക്കറിയാണ്ട് പറ്റിയൊരബദ്ധമല്ലേ, നിനക്കിപ്പോഴും എന്നോട് തന്നെയല്ലേ സ്നേഹം. അതെ, അതിനൊരു മാറ്റമില്ല. ഞാൻ അറിയാണ്ട കുഞ്ഞുദയനോ ഊഴം വഴങ്ങി. എന്നാൽ സാരമില്ല, അത് നമുക്ക് രണ്ടാളെ കണ്ട് ക്ഷമിക്കാം. അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്ന് കരുതാം എന്ന് കരുതി അവർ രണ്ടുപേരും സുഖമായിട്ട് അവിടെ അങ്ങോട്ട് രണ്ടാൾക്ക് നേരിയൊരു സങ്കടമൊക്കെ ആദ്യം വന്നു. എങ്കിലും പിന്നെ തമ്പുരാനും പാറും അതങ്ങോട്ട് ഒതുക്കി തീർത്ത് അവിടെ അങ്ങോട്ട് സുഖമായിട്ട് കഴിഞ്ഞു. അതാണ് കഥ. അപ്പോൾ ഉദയനനൊരു കാര്യം ഉള്ളിൽ തോന്നി വാശി പിടിച്ചാൽ ഉദയനൻ അത് നടത്തിയിരിക്കൂ. അതാണ് ഈ കഥയെന്ന് മനസ്സിലാകുന്നത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഉദയനക്കുറുപ്പിൻ്റെ കഥകൾ കേൾക്കണം. എത്ര കഥകളാണ്